അമ്മായിമ്മ എല്ലാം തുറന്നു പറയുമ്പോൾ മരുമകൾ ചെറിയൊരു സഹായം ചെയ്ത് കൊടുക്കണ്ടേ? എന്തായാലും നമുക്ക് അതിന് പിന്നിലെ കഥ ഒന്ന് കേൾക്കാം. ശോഭ എഴുതുന്ന മേലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് ശോഭ, 27 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഞാനൊരു കമ്പ്യൂട്ടർ സെൻ്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിവാഹത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നില്ല. കാര്യം, എൻ്റെ സൗന്ദര്യം കണ്ട് ഒത്തിരി പേർ എൻ്റെ പുറകെ നടന്നെങ്കിലും എനിക്ക് അതിനുള്ള യോഗം ഇല്ലെന്നാണ് വിചാരിച്ചിരുന്നത്. കാര്യം, സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അച്ഛനുണ്ടാക്കിയ കടബാധ്യതകൾ ഒന്നും തീർക്കാൻ പറ്റിയിട്ടില്ല. ഈ ചെറിയ ജോലി കൊണ്ട് അത് പറ്റുമോയെന്ന് പോലും അറിയില്ല. വീട് പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഞാൻ മാത്രം സെൽഫിഷായി കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്നത്? പ്രേമിച്ച് ഞാൻ പോയാലും ചിലപ്പോൾ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ തീരില്ല. ഒരു ദിവസം ഞാൻ ധൃതിയിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും പെട്ടെന്ന് കുറേ പേപ്പറുമായിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്നു. ഇതൊന്ന് DTP എടുത്ത് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന്. അത്യാവശ്യമാണ്, ഞാൻ ഒരു പട്ടാളക്കാരനാണ്, എനിക്ക് അത്യാവശ്യമായി ഈ ഡോക്യുമെൻറ്റുകൾ വേണമെന്ന് പറഞ്ഞു. അരമണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ പുള്ളി വെയിറ്റ് ചെയ്തില്ല, പെട്ടെന്നങ്ങ് പോയി. ദേഷ്യപ്പെട്ട് പോയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഏൽപ്പിച്ച ഒരു വർക്ക് ഉണ്ടായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ പുള്ളി വരുന്നു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫ്രീ ആയെന്ന് ചോദിച്ചു. ഞാനോർത്ത് പിണങ്ങിപ്പോയതായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചിരിച്ചു. പിണങ്ങിപ്പോയതല്ല, ഞാൻ വേറൊരാവശ്യത്തിന് പോയതാ എന്ന് പറഞ്ഞ് നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടി എൻ്റെ അടുത്ത് കസരയിട്ട് ഇരുന്നു. ഞാൻ ടൈപ്പ് ചെയ്ത് തുടങ്ങി. പുള്ളി നിർദ്ദേശങ്ങൾ തന്നു. ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു, എന്ത് രസമാണ് ഇങ്ങനെ കാണാൻ വേണ്ടി. നല്ല ഷേപ്പുള്ള ഒരു ആണ്, കൊള്ളാം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. നല്ല പെണ്ണുങ്ങൾ, ഭാഗ്യം ചെയ്ത പെണ്ണുങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലൊരു ഭർത്താവിനെ കിട്ടും എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. മതിപ്പിക്കുന്ന എന്തോ ഒരു അത്തർ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഇതേത് മണമാണെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് ഇലഞ്ഞിപ്പൂവിൻ്റെ മണമാണെന്ന്. ശരിയാ, ഒരുമാതിരി മത്ത് പിടിപ്പിക്കുന്ന മണം. ഓ, ഇത്ര അത്തറുകളൊക്കെ ആണുങ്ങൾ യൂസ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു അതെന്താ ആണുങ്ങൾക്ക് യൂസ് ചെയ്ത് കൂടെ? ഗൗരവത്തിലുള്ള ചോദ്യം കേട്ട് ഞാൻ ഓർത്തു ഞാൻ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഞാൻ സൈലൻ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. എന്താ പേടിച്ചു പോയെന്ന് ചോദിച്ചു. ഞാൻ വെറുതെ ഇങ്ങനെ കണ്ണടച്ച് കാണിച്ചു. പേടിച്ചില്ലെന്നും പറഞ്ഞില്ല, പേടിച്ചെന്നും പറഞ്ഞില്ല. നല്ല ഗാംഭീര്യമുള്ള സൗണ്ട്, കൊള്ളാം. കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നല്ലൊരു റാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല. എവിടെ എൻ്റെ വീട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് അറിയാവുന്ന ഒരാൾ എൻ്റെ വീടിനടുത്തുണ്ട്. ആ പുള്ളിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കറിയാവുന്ന ആളാണ്, ഞങ്ങളുടെ ഒരു ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു ഓക്കെ, ഇനി വരികയാണെങ്കിൽ അങ്ങോട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു വീട്ടിലേക്ക്. ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും വർക്കിന് വരും, ഞായറാഴ്ചകൾ മാത്രമേ ഞാൻ വീട്ടിൽ കാണുള്ളൂ എന്ന്. ഇനി അടുത്ത അവധിക്ക് വരുമ്പോഴേക്കും ആ ചേട്ടൻ്റെ വീട്ടിൽ എനിക്ക് വരേണ്ടതുണ്ട്. ആ സമയത്ത് ഞാൻ നിങ്ങളുടെ വീട്ടിലും വരാമെന്ന് പറഞ്ഞു. ഞാൻ തലയാട്ടി. എന്തായാലും അദ്ദേഹം എൻ്റെ കൂടെ കുറേ നേരം ചിലവഴിച്ച് 3-4 പേജ് ഉണ്ടായിരുന്നു. അതെല്ലാം ടൈപ്പ് ചെയ്ത് കൊണ്ടുപോയി കേട്ടോ. അടുത്ത ശനിയാഴ്ച വൈകിട്ട് അമ്മ എന്നോട് പറഞ്ഞു എടി നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന്. ഞാൻ ചോദിച്ചു കല്യാണം നടത്താൻ നമുക്ക് പറ്റുമോ? അപ്പോൾ അമ്മ പറഞ്ഞു എടി ഒഴിവാക്കാൻ പറ്റില്ല, നമ്മുടെ സമുദായത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞതാണ് ഒരാൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് കണ്ടിട്ട് പോട്ടെ, അവരുടെ ഡിമാൻഡും നമ്മുടെ ഡിമാൻഡും കൂടെ ഒരിക്കലും നടക്കില്ലല്ലോ. നമുക്കൊന്നും കൊടുക്കാനില്ലെന്ന് അറിയുമ്പോൾ, സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും അവർ പോയിക്കോളും. ചുമ്മാ വന്ന് കണ്ടിട്ട് പോട്ടെ, നിന്നെ കാണാൻ ആരും വരില്ലെന്ന് ഒരാളും പറയരുതല്ലോ. ഞാനും ഇപ്പോൾ തൊഴിലുറപ്പിന് പോകുന്നുണ്ടല്ലോ. 2 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ കടമെല്ലാം വീട്ടാം, പിന്നെ മോളുടെ കല്യാണം ആലോചിക്കാം. ഇപ്പോൾ വരുന്ന നീ കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ തലയാട്ടി. ആരെങ്കിലും വന്ന് കണ്ടിട്ട് പോട്ടെ, അയലത്തുകാർക്കെങ്കിലും സമാധാനമാകുമല്ലോ. അല്ലെങ്കിൽ ഒരു ചെക്കൻ പോലും ഇവളെ കാണാൻ വന്നില്ലേ എന്ന് ചോദിക്കും. നമ്മുടെ ദാരിദ്ര്യം നമ്മൾ അറിഞ്ഞാൽ മതിയല്ലോ. പിറ്റേ ദിവസം വന്ന ചെക്കനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അടുത്ത ലീവിന് വരുമ്പോൾ ബന്ധുവിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഇവിടെ വരാമെന്ന് പറഞ്ഞ ആള് ദേ നക്ഷത്രം പോലെ മുന്നിൽ. എന്നേക്കാൾ 4 വയസ്സിന് മൂത്തതാണ് അദ്ദേഹം. എല്ലാവരും കൂടെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് സംസാരിക്കാൻ. എന്ത് സംസാരിക്കാനാ, എന്തായാലും നടക്കുകയെന്ന് വിചാരിച്ചു. ഞാൻ ചോദിച്ചു ഇതിനാണോ എൻ്റെ വീടും നാളും പേരും ഒക്കെ അന്വേഷിച്ചത്? ഞാനതിന് നാളെ അന്വേഷിച്ചില്ലല്ലോ, ഇനിയാണ് നാളെ നോക്കേണ്ടത്. ചിലപ്പോൾ ഒത്തുപോയി കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം നടന്നെങ്കിലോ? എൻ്റെ അമ്മയ്ക്ക് ജാതകത്തിൽ ഇത്തിരി വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് കൂടെ വന്നത് അമ്മയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഓർത്തത് മൂത്ത ചേച്ചിയോ മറ്റോ ആണെന്നാണ്.
കാര്യം അത്രയ്ക്ക് സുന്ദരി, ചെറുപ്പം. എന്തായാലും ജാതകം നോക്കട്ടെ. ജാതകം നോക്കി നമ്മളുടെ കാര്യങ്ങൾ ഓക്കെ ആക്കുകയാണെങ്കിൽ നമ്മുടെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 3 ലക്ഷം രൂപ കടമുണ്ട്. ആകെ എനിക്ക് 1.5 പവനേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാകുമോ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ജാതകങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിൽ നല്ല പൊരുത്തമുണ്ട്. കുറേ നേരം എൻ്റെ വീട്ടിൽ ചെലവഴിച്ച ശേഷമാണ് പോയത്. അതിനിടയ്ക്കാണ് ജോത്സ്യന് അയച്ചു കൊടുത്തത്. അദ്ദേഹം അതിന് ഓക്കെ പറഞ്ഞു. അപ്പോൾ പോകാൻ നേരത്ത് എല്ലാവരോടുമായി എൻ്റെ ഭാവി ഭർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: കല്യാണത്തിൻ്റെ കാര്യം നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. സ്വത്ത്, സ്ത്രീധനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വാസമില്ല. എല്ലാം ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞു പോയി. എന്തായാലും പിറ്റേ ആഴ്ച വന്നിട്ട് എൻ്റെ വീട്ടിലെ ബാധ്യതകളെല്ലാം തീർത്തു. എനിക്ക് കുറച്ച് സ്വർണ്ണം എടുത്തു തന്നു. കല്യാണം ഏറ്റവും പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞു. ഒന്നും അമ്മയോ ഞങ്ങളുടെ വീട്ടുകാരോ അറിഞ്ഞില്ല. എല്ലാം അദ്ദേഹം അറേഞ്ച് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ എന്നെ വന്ന് കണ്ടതിൻ്റെ 4ാമത്തെ ആഴ്ച ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും സമ്പന്നമായ വീട്ടിലേക്കാണോ ഞാൻ വന്നത്? ഇതിൽ സന്തോഷിക്കണോ അതോ ദുഃഖിക്കണോ, ടെൻഷൻ അടിക്കണോ, എനിക്കൊന്നും അറിയില്ല. എന്തായാലും രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ ഇപ്പോൾ ചില ബന്ധുക്കളും എൻ്റെ അമ്മായിമ്മയും നാത്തൂനും ഒക്കെ ഉണ്ട്. എന്നെ കണ്ടപ്പോൾ അമ്മാമ്മ പറയുകയാണ്, എടി മോളെ, ഇന്നത്തെ രാത്രി എന്താണെന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീ ഓടിക്കളിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് മേല് കഴുകിയിട്ട് മുകളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ നാണക്കേടായി. അവിടെയുള്ള പെണ്ണുങ്ങൾ എന്നെ നോക്കി വല്ലാച്ചിരിക്കുകയും ചെയ്തു. നാത്തൂനാണെങ്കിൽ അട്ടഹസിച്ച് ചിരിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്കൂട്ടായി. ഹസ്ബൻഡ് അന്ന് വന്നപ്പോൾ ആ ഇലഞ്ഞിപ്പൂവിൻ്റെ മണം തന്നെ എന്നോട് ചോദിച്ചു, ഞാൻ അടിച്ചിരുന്ന സ്പ്രേ ഇഷ്ടമായോന്ന്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ സ്പ്രേ തന്നെയാണ് ആദ്യം ചേട്ടൻ വന്നപ്പോൾ അടിച്ചത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓർത്തു ഭയങ്കര ഹാർഡായിട്ടുള്ള ഗന്ധമാണ് തലവേദന ഉണ്ടാക്കുന്നത്, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇലഞ്ഞിപ്പൂവിനെയാണോ നീ സ്നേഹിച്ചത് അതോ എന്നെയാണോ എന്ന്? അത് ചേട്ടനെ തന്നെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി എന്നെ ചേർത്ത് നിർത്തി. എന്നിട്ട് എൻ്റെ ചെവിയിൽ പറഞ്ഞു, എന്തായാലും ഇന്ന് ഒരു നിമിഷം പോലും റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കണ്ട. ഒരു റെസ്റ്റും ഇന്നുണ്ടാവില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടും കേട്ടും ഞാൻ മുന്നോട്ട് പോയി. പക്ഷെ ഒരിക്കലും ഒന്നിൻ്റെയും അനുഭവം എനിക്കില്ല. കമ്പ്യൂട്ടർ മറ്റു കാര്യങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും ഞാൻ എൻ്റെ സ്വപ്നത്തിന് അപ്പുറമുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ആണൊരുത്തൻ എന്നെ സ്നേഹിക്കാൻ വരുമെന്നോ കല്യാണം കഴിക്കുമെന്നോ ഞാൻ വിചാരിച്ചതല്ല. പുരുഷ സൗന്ദര്യത്തിൻ്റെ തികവ് അദ്ദേഹത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു. മോഹങ്ങൾ അന്ന് ചീനവല കൊരുത്ത ദിവസമായിരുന്നു. എനിക്ക് ഒരു നിമിഷം പോലും റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നോട് പറഞ്ഞു, എന്തായാലും നമുക്ക് കുട്ടികൾ ഉടനെയൊന്നും വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയും പ്രായമായി. പ്രായമൊന്നൊരു കാര്യമല്ല. 2 വർഷമെങ്കിലും റിലാക്സ് ആകും മോളെ. അത് കഴിഞ്ഞിട്ട് മതി. അതുവരെ നമ്മൾ 2 പേരും ശ്രദ്ധിക്കണം. നീ എല്ലാ കാര്യങ്ങളും ഡേറ്റ് അടക്കം എന്നെ അറിയിക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പൊട്ടിച്ചിരിച്ചോണ്ട് പറഞ്ഞു, പക്ഷേ ഒരു കാര്യം ചേട്ടൻ മറന്നു. ഇന്ന് പക്ഷേ എൻ്റെ ഒരു കാര്യങ്ങളും മുന്നേ ചോദിച്ചില്ല. ഇന്ന് അബദ്ധം സംഭവിച്ചാലോ? അപ്പോൾ പുള്ളി പൊട്ടിച്ചിരിച്ചു. ഇന്ന് സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ, വെറുതെ ഇരിക്കാൻ പറ്റുമോ? എന്തായാലും അദ്ദേഹം പിറ്റേ ദിവസം മുതൽ ശ്രദ്ധിച്ചെങ്കിലും എൻ്റെ ജീവിതം സുരഭിരവും സന്തോഷപൂർണവുമായിരുന്നു. വിരുന്നിന് വന്നിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ നിന്നില്ല. കാര്യം എൻ്റെ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തി രാത്രി വേണമെങ്കിൽ ഞെട്ടി ഉണരും. ഇങ്ങനെ അടങ്ങി ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പിന്നീട് ശരിയാക്കെങ്കിലും അന്ന് അനുകൂലമായ സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളം ഞങ്ങളുടെ വീട്ടിൽ പോയി താമസിക്കാൻ പതിവില്ല. വന്നു കഴിഞ്ഞാൽ എന്തായാലും 2 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി തിരിച്ചു പോയി. ഞാനോർത്തു എന്തെങ്കിലും പറ്റുമോ അബദ്ധം, അത്രയ്ക്കും ആയിരുന്നില്ലേ പുള്ളിയുടെ കുത്സിതങ്ങൾ. എന്തായാലും ഒന്നും പറ്റിയില്ല. ഇനി വരുമ്പോൾ സ്ട്രിക്റ്റ് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ മാഡം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആദ്യം പോയിട്ട് പിന്നെ 6 മാസം കഴിഞ്ഞപ്പോഴാണ് വന്നത്. അതിനിടയ്ക്ക് അമ്മായിമ്മ എന്നെ ഏതെങ്കിലും രീതിയിൽ വില കുറച്ച് കാണുമോ എന്ന് എനിക്കൊരു ഭയമുണ്ടായിരുന്നു. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ നിന്ന് ബന്ധുക്കളും എല്ലാം പോയി. ആരുമില്ല. പിന്നെ നാത്തൂനും ഇല്ല. അവരൊക്കെ ദൂരെയാണ്. അമ്മായിമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അമ്മായിമ്മ മിക്കവാറും കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ, നിന്നെ കണ്ടപ്പോഴേ വന്ന് എന്നോട് പറഞ്ഞു, നല്ല സുന്ദരി പെണ്ണാണ്. എനിക്ക് സൗന്ദര്യമില്ലാത്ത ആൾക്കാരോട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഭാര്യ സുന്ദരിയായിരിക്കണം. അമ്മ ഈ കല്യാണം നടത്തി തരണമെന്ന് പറഞ്ഞെന്ന്. ഞാൻ അത് കേട്ടപ്പോൾ ശരി വെച്ചു. മോളെ, എൻ്റെ ജീവിതത്തിലും ചില ദുരന്തങ്ങൾ നടന്നിട്ടുണ്ട്. എൻ്റെ വിവാഹ ജീവിതം തന്നെ ഒരു ദുരന്തമായിരുന്നു. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അമ്മ എത്ര നല്ല സെറ്റപ്പിലാണ്.
നിനക്കങ്ങനെ പറയാം മോളെ, എൻ്റെ അവസ്ഥ നിനക്കറിയില്ല. അമ്മേ, എനിക്കറിയാം. ഇപ്പോൾ അച്ഛൻ മരിച്ചു പോയിട്ട് എത്ര വർഷമായി? 9 വർഷമായി. എടി, അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ മരിച്ചു പോയതിലുള്ള ദുഃഖമല്ലേ അമ്മ പറഞ്ഞത്? ആ ദുഃഖമൊന്നുമല്ല, വീട്ടുകാരനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണ്. അങ്ങയുടെ കൂടെ ജീവിച്ച് ഞാൻ മടുത്തിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് പ്രശ്നക്കാരായിരുന്നു. അങ്ങയുടെ സ്വഭാവം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാണ് നമ്മൾ പഴയതൊക്കെ പറയുന്നത്? കുടിയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ 2 പിള്ളേരെയും കൊണ്ട് ഒത്തിരി വലഞ്ഞു മോളെ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആശ്വാസമുണ്ട്. പിന്നെ അമ്മ എന്താ പറഞ്ഞത്? അമ്മയ്ക്ക് പ്രശ്നങ്ങളാണെന്ന്. എന്നാലും ആഗ്രഹിച്ചതുപോലൊരു ജീവിതം എനിക്ക് കിട്ടിയില്ല മോളെ. സ്വസ്ഥതയും സമാധാനമുള്ള ജീവിതം. ഞാൻ പറഞ്ഞു, അതിപ്പം നമ്മൾ എന്ത് ചെയ്യാനാണ്? വിധിയല്ലേ. അങ്ങനെ കരുതി സമാധാനിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ തന്നെ ഉള്ളത് കൊണ്ട് എല്ലാ കാര്യത്തിലും പരസ്പരം ആശ്രയിച്ചേ പറ്റൂ. ഞാനും പിന്നീട് കാർ ഓടിക്കാൻ പഠിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ടൗണിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുന്നത്, പർച്ചേസിന് പോകുന്നത്. ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചതിൽ പിന്നെ ഞങ്ങൾ 2 പേരും കൂടി എപ്പോഴും എല്ലാ ദിവസവും എവിടെയെങ്കിലും ഒന്ന് പോകും. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ മാളിൽ നിന്ന് കറങ്ങാൻ പോയതാണ്. ആ സമയത്ത് വെളുത്ത് തൊടുത്ത് സുന്ദരനായൊരു മനുഷ്യൻ വന്ന് അമ്മായിമ്മയുടെ തോളിൽ തൊടുന്നു. അമ്മായിമ്മ കണ്ടപ്പോഴേക്ക്, ആഹാ, എവിടെയായിരുന്നടാ നീ? ഒത്തിരി ദിവസമല്ലേ കണ്ടിട്ട് എന്നൊക്കെ പറയുന്നു. എന്തായാലും ഇവർ തമ്മിൽ പരിചയക്കാരാണ്, ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെന്ന് എനിക്ക് തോന്നി. എന്തൊക്കെയോ മാറുന്നു സംസാരിക്കുന്നു. പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അതാരാണമ്മേ? അത് ജോഷുവ, എൻ്റെ കൂടെ പഠിച്ചതാണ്. ഞങ്ങൾ ചെറിയ ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഒന്നിച്ച് പഠിച്ചവരാണ്. എന്നിട്ട് ഇപ്പോൾ പുള്ളി എവിടെയാണ്? അങ്ങനെ വിദേശത്തൊങ്ങണ്ടായിരുന്നു. ഭാര്യ മരിച്ചുപോയി. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഭാര്യ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മരിച്ചു പോയപ്പോഴേക്കും കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഫോൺ ചെയ്യാൻ വിളിക്കാറൊന്നുമില്ലേ? ഓ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല മോളെ. എൻ്റെ ഫോണിൽ വളരെ കുറച്ച് കോളുകളല്ലേ വരികയുള്ളൂ. എനിക്ക് ഫ്രണ്ട്സുമായിട്ട് വളരെ കുറച്ച് ബന്ധമേ ഉള്ളൂ. പിന്നെ സ്ത്രീകളായിട്ടുള്ള കുറേ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. അവരേതോ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അവർ വിളിച്ച് പറയുന്ന കാര്യമാണ്. അങ്ങനെയാണ് പുള്ളിയെ കാണുന്നത്. നേരത്തെ ഞാൻ ഇവിടെ വരുമ്പോൾ മാളി വെച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്ഥിരമായിട്ട് പർച്ചേസിന് വരുമെന്ന് തോന്നുന്നു. എങ്കിലും പുള്ളിക്കാരൻ്റെ നമ്പർ അമ്മ വാങ്ങിക്കണമായിരുന്നു. ഓ, എന്തിനാ മോളെ? വേണ്ട, അത് ശരിയാകില്ല. ഞാൻ ചോദിച്ചാൽ എന്താ ശരിയാകാത്തത്? നിനക്കറിയില്ല, അതൊക്കെ പിന്നീട് പ്രശ്നമാകും. ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നമാകുന്നത്? എനിക്ക് തോന്നുന്നത് അമ്മയുടെ പഴയ കാമുകനാണ് പുള്ളി. അതും തടി നീ എങ്ങനെ പറഞ്ഞത്? അല്ല, സാന്ദ്രത്തോടു കൂടി വന്ന അയാൾ തൊടുന്ന കണ്ടപ്പം എനിക്കങ്ങ് തോന്നിപ്പോയതാ. തെറ്റാണോ അമ്മ ഞാൻ പറഞ്ഞത്? അമ്മായിമ്മ ഒന്നും മിണ്ടിയില്ല. അമ്മേ, ഞാൻ പറഞ്ഞത് കറക്റ്റില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, കറക്റ്റാ മോളെ. ഞങ്ങൾ 2 പേരും കൂടി എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് മുതലേ കൊണ്ടുപിടിച്ച പ്രണയമാണ്. ആഹാ, അപ്പോൾ നിങ്ങളെന്താ കല്യാണം കഴിക്കാതിരുന്നത്? അത് ഞങ്ങൾ 2 പേരും 2 ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്. എൻ്റെ വീട്ടുകാർ ഒട്ടും സമ്മതിക്കില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരാണെങ്കിൽ സമ്മതിക്കുകയില്ല. പിന്നെ എന്തിനാ നിങ്ങൾ പ്രേമിക്കാൻ പോയത്? ഇടീ, പ്രേമം ജാതിയൊക്കെ നോക്കി വരുന്നതാണോ? മതം നോക്കി വരുന്നതാണോ? അന്നത്തെ സമയത്ത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു ഞങ്ങൾ തമ്മിൽ നല്ല ജോഡിപ്പൊരുത്തമാണെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും സൗന്ദര്യമുള്ള അങ്ങേർക്ക് പറ്റിയ ഒരു പെണ്ണ് ഞാനാണെന്ന് എല്ലാവരും പറഞ്ഞാണ് പുള്ളി എന്നെ നോക്കിയതും സ്നേഹിച്ചതും ഒക്കെ. ഞാനും തിരിച്ചങ്ങ് സ്നേഹിച്ചു. ഈ സ്നേഹിച്ചത് മാത്രമേ ഉള്ളൂ. അന്ന് നമുക്ക് കറങ്ങാൻ പോയിരുന്നു. പിന്നെ സ്നേഹിച്ചിട്ട് വെറുതെ പുളി പറിക്കാൻ പറ്റും മോളെ? ഞാനൊന്ന് കറങ്ങാൻ പോയിരുന്നു. ഞങ്ങൾ പല സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടക്കും. കാര്യം അന്നേ പുള്ളിക്ക് ബുള്ളറ്റൊക്കെ ഉണ്ട്. വലിയ സമ്പന്ന കുടുംബത്തിലെ അംഗമല്ലേ. അപ്പോൾ അമ്മയ്ക്ക് സമ്പത്തില്ലേ? ഉണ്ട്. എന്ന് വെച്ചിട്ട് എനിക്ക് കാറോ സ്കൂട്ടറോ ഒക്കെ ആ സമയത്ത് ആരെങ്കിലും വാങ്ങിച്ചു തരുമോ? എത്ര വർഷത്തിന് മുമ്പുള്ള കഥയാണെന്ന് വെച്ചാൽ നീ ഇത് ചോദിക്കുന്നത്? ശരിയാ അമ്മ, ഒത്തിരി വർഷത്തിന് മുമ്പുള്ള കഥയല്ലേ. എന്നിട്ട് നിങ്ങൾ കറങ്ങാൻ പോയിട്ട് കറക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതോ വേറെന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്താണ് നീ ചോദിക്കുന്നത്? അല്ലമ്മേ, അമ്മ പറഞ്ഞില്ലേ അന്ന് പുളി പറിക്കുകയല്ലായിരുന്നെന്നും. അപ്പോൾ നിങ്ങൾ തമ്മിൽ കറക്കമല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ എനിക്കൊരാകാംക്ഷ. അതൊക്കെ അറിഞ്ഞിട്ട് നിനക്കിപ്പോൾ എന്ത് പ്രയോജനമാണ്? അല്ലമ്മേ, അമ്മ എന്ന് പറ, ഒരു രസത്തിന്. നിനക്കങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ലമ്മേ, കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം നടക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. സാമ്പത്തിക ബാധ്യത ഒത്തിരി ഇല്ലേ? എടി, ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് ഇങ്ങനെ പറയാമോ? നീ ഒന്ന് കണ്ണു നൊടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ സാമ്പത്തിക ബാധ്യതയൊക്കെ തീർത്തിരുന്ന എത്രയോ പുരുഷന്മാർ വന്നേനെ. അമ്മ, എനിക്കതൊക്കെ പേടിയായിരുന്നു. മണ്ടി. എന്തായാലും കൊള്ളാം, നിനക്ക് പറ്റിയൊരു ഹസ്ബൻഡിനെ കിട്ടിയല്ലോ. എൻ്റെ മോൻ്റെ ഭാഗ്യം. എന്നാലും എനിക്ക് നിന്നെ പറ്റിയൊരു ഡൗട്ടുണ്ട്. എന്താ അമ്മ എന്നെ പറ്റി ഡൗട്ട്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അല്ല, നിൻ്റെ ഓണറില്ലേ ആ കടയുടെ? അങ്ങേര് നല്ലൊരു സുന്ദര കുട്ടപ്പനാണല്ലോ. അങ്ങേർക്ക് എൻ്റെ അത്രയും പ്രായമില്ലേ? ഉണ്ടമ്മേ. അയാളൊരു പഞ്ചാരയല്ലേ? അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? അല്ലെ, കല്യാണത്തിന് കണ്ടപ്പോൾ നീ പറഞ്ഞല്ലോ നിൻ്റെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഓണറാണെന്ന്. എനിക്കറിയില്ല, എന്നോട് പഞ്ചാരയൊന്നും അടിക്കാൻ വന്നിട്ടില്ല. കൊച്ചു കള്ളി. ഇല്ല അമ്മേ, അങ്ങനെ ഇല്ലായിരുന്നു.
ശരിയടി, ഞാൻ ചുമ്മാ ചോദിച്ചതാ. എന്തായാലും അങ്ങേര് നല്ലൊരു സുന്ദരനല്ലേ? ഞാൻ പറഞ്ഞ സുന്ദരനാ, പക്ഷെ അമ്മയുടെ ജോഷിയാണ് ഏറ്റവും വലിയ സുന്ദരൻ. ആ എടി, എന്ത് ചെയ്യാനാണ്? സൗന്ദര്യമുള്ള അങ്ങയുടെ കൂടെ ഞാൻ വെറുതെ മാങ്ങ പറിക്കാനും പുളി പറിക്കാനും പോകുമോ? ഞങ്ങൾക്ക് ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നു. ഡിഗ്രി തേർഡ് ഇയറായപ്പോഴില്ലടി എനിക്ക് അബദ്ധം പറ്റി. എന്തബദ്ധം അമ്മയ്ക്ക് പറ്റിയത്? എന്തബദ്ധമെന്നോ? ഞാൻ വഴിക്കൂടെ നടന്നു പോയപ്പോൾ ഒരു പഴത്തൊല്ലിൽ ചവിട്ടി അങ്ങ് വീണു. ഈ പൊട്ടിപ്പെണ്ണ് എന്തബദ്ധം നിനക്ക് മനസ്സിലായില്ലേ? അയ്യോ, അമ്മ എന്നിട്ട് എന്ത് ചെയ്തു? അമ്മയുടെ വീട്ടിലറിഞ്ഞോ? അവരുടെ വീട്ടിലറിഞ്ഞോ? എടി, അതൊന്നും അറിഞ്ഞില്ല. എൻ്റെ അമ്മയുടെ അമ്മായിയുണ്ട്. അവരാ കോളേജിനടുത്ത് താമസിച്ചിരുന്നതും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെയും താമസിക്കുമായിരുന്നു. അവർക്ക് എൻ്റെ ചുറ്റിക്കളികളൊക്കെ അറിയാം. സപ്പോർട്ടായിരുന്നു പുള്ളിക്കാരി. വിവരങ്ങൾ അറിഞ്ഞിട്ട് എന്തായാലും മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയാ മോളെ അതെല്ലാം ഒഴിവാക്കി തന്നത്. അയ്യോ, കഷ്ടമായിപ്പോയി. അതേ മോളെ, ഡിഗ്രി കഴിഞ്ഞപ്പോഴേ എൻ്റെ കല്യാണം കഴിഞ്ഞു. വീട്ടുകാർ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. പിന്നെ എന്ത് ചെയ്യാനാണ്? എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. എന്നാലും സത്യം പറഞ്ഞാലേ, ഈ ജോഷുവാങ്കളാണ് അമ്മയുടെ ആദ്യ ഭർത്താവ്. ശരിക്കും കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ കൂടി ഒരു ഭാര്യയ്ക്കും ഭർത്താവിന് സംഭവിക്കേണ്ടതെല്ലാം നിങ്ങൾക്ക് സംഭവിച്ചില്ലേ? ശരിയാ മോളെ, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അയാളെ കാണുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുന്നതും. എൻ്റെ ജീവിതം കുളമാക്കിയത് പുള്ളി കൂടിയാണെന്ന് എനിക്കങ്ങ് തോന്നുകയാണ്. അമ്മേ, അങ്ങനെ വെറുക്കുന്ന വർത്താനം അമ്മ പറയരുത്. അദ്ദേഹം എന്ത് ചെയ്യാനാണ്? ആ പ്രായത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാ മനുഷ്യർക്കും എല്ലാ സിറ്റുവേഷനിലും പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ആ ശരിയാടി, നിൻ്റെ ഉപദേശമൊക്കെ കൊള്ളാം. പക്ഷെ അദ്ദേഹത്തെ കാണുന്നത് എനിക്ക് വല്ലാത്തൊരു വിഷമമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ മരിച്ചു പോയത് അവർ തനിയെ കാർ ഓടിച്ചു പോയപ്പോൾ വിദേശത്ത് വെച്ച് മരിക്കായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്നാൽ കഷ്ടമായിപ്പോയി. അമ്മ എന്തിനാണ് പുള്ളിയെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? പുള്ളിക്കും ഇപ്പം ആരുമില്ല. അമ്മയുടെ ജീവിതത്തിലും ഭർത്താവില്ല. പിന്നെന്തിനാണ് അമ്മ ഇത്ര കടുപിടുത്തം പിടിക്കുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്ക് കൂടി ഒന്നിച്ചുകൂടെ? മോളെ, സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിൻ്റെ ഭർത്താവിനറിയാം. പക്ഷേ അവൻ ഒട്ടും സമ്മതിക്കില്ല. അവൻ ഇങ്ങനെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാലില്ലേ വല്ലാതെ വയലൻ്റ് ആകും. അവൻ എന്നോട് വലിയ പോസസീവ്നെസ് ആണ്. ഈ കഥകളൊക്കെ ചേട്ടനോട് വിസ്തരിക്കാൻ പോയത് എന്തിനാ അമ്മ? സ്വന്തം മക്കളോട് ഇതൊക്കെ പറയാമോ? ഇടി, അതല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാലും ടൗണിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വന്ന് സ്വാതന്ത്ര്യത്തോടുകൂടി സംസാരിക്കുന്നത് എൻ്റെ മകൻ കണ്ടിട്ടുണ്ട്. അവൻ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നില്ലേ എന്ന്. ഞാനല്ലെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ഒരു സുഹൃത്തുണ്ടല്ലോ, ഒരു വിടുവായക്കാരി, 1-2 വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അവളെ നിൻ്റെ ഭർത്താവിന് അറിയാമല്ലോ. എന്തായാലും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഏറ്റവും കാര്യങ്ങൾ പറഞ്ഞു. അവൾക്ക് പക്ഷേ അബദ്ധം സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയില്ല. അത് കഴിഞ്ഞ ശേഷം അവൻ എന്നോട് പറഞ്ഞു, അങ്ങനോട് മിണ്ടാൻ പോകരുത്, അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്നൊക്കെ. എനിക്കത് കേട്ടപ്പോൾ നല്ല ദേഷ്യം വന്നു. ഞാൻ അടങ്ങി ഒതുങ്ങിയില്ലേ മോളെ ഇരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വല്ലപ്പോഴും ഒന്ന് കാണും. എന്ത് ചെയ്യാനാ? അതുമാത്രമല്ല, എൻ്റെ മോളെ വേണമെങ്കിലും നിൻ്റെ ഭർത്താവ് തിരുത്തും. അവളോടും പറഞ്ഞ് എന്നെ എതിരാക്കും. അതുകൊണ്ട് ഞാൻ അടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മക്കളെ പേടിച്ചിട്ടാണ് അമ്മ അങ്ങേരുമായിട്ട് സംസാരിക്കാത്തത്. പച്ച പരമാർത്ഥം അതാണ് മോളെ. അമ്മേ, വെറുതെ എന്തിനാ ഫോണിൽ കൂടെ സംസാരിച്ച് മറ്റുള്ളവരെ അറിയിക്കുന്നത്? എന്തായാലും അമ്മയ്ക്ക് അങ്ങനെ കല്യാണം കഴിക്കാനുള്ള പ്ലാനൊന്നുമില്ലല്ലോ. അതൊന്നും നടക്കില്ല മോളെ. എങ്കിൽ പിന്നെ അമ്മയ്ക്ക് കാര്യമായ കാര്യങ്ങളിലേക്ക് ഒന്ന് കടന്നുകൂടെ? എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എൻ്റെ അമ്മേ, ആണും പെണ്ണും കൂടെ എന്തിനാ കാണുന്നത്? പഴയതുപോലെ നിങ്ങൾ ചുറ്റി നടക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ വ്യാപൃതരാകുന്നു. നിങ്ങളുടേതായ നിമിഷങ്ങൾ അതുപോലെ. ഇപ്പോൾ ഒരാഴ്ചയിൽ 1-2 ദിവസം അല്ലെങ്കിൽ 1-2 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്നു. നിങ്ങൾ ജീവിതം എൻജോയ് ചെയ്യൂ. ഇതിൽ ആര് തടസ്സപ്പെടുത്താനാണ്? ആരോട് പറയണം? ആരറിയണം? എല്ലാം രഹസ്യമായിരുന്നാൽ പോരെ? അതൊന്നും നടക്കില്ല. ഞാൻ തനിയെ എവിടെ പോകാനാണ്? എങ്ങോട്ട് പോയാലും ബന്ധുക്കളും ആളുകളും ഒക്കെ പറയില്ലേ? അമ്മേ, അങ്ങനെ ഇങ്ങോട്ട് വിളിക്ക്. നീ എന്തായി പറഞ്ഞത്? അങ്ങേരോട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ? അത് വൈകുന്നേരമൊക്കെ വിളിച്ചാൽ മതിയെന്നേ, ഒരു പ്രശ്നവുമില്ല. നീ എന്താ പറഞ്ഞത്? അമ്മേ, ഞാൻ ഫുൾ സപ്പോർട്ട്. അമ്മയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ജീവിതത്തിൽ ഇനിയെങ്കിലും ആസ്വദിച്ച് ജീവിക്കണം. അമ്മയ്ക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് അമ്മ ധൈര്യപൂർവ്വം പുള്ളിയോട് സംസാരിക്കൂ. മോളെ, അവൻ വന്നു കഴിയുമ്പോൾ എൻ്റെ ഭർത്താവ് വരുന്ന എപ്പോഴാണ്? 6 മാസം കൂടുമ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കും. ആ സമയത്ത് അമ്മ ആരോടും മിണ്ടണ്ട. പഴയതുപോലെ അങ്ങ് ഭാവിച്ചാൽ മതി. അതല്ലാതെ നമ്മൾ രണ്ടുപേരും ഉള്ളപ്പോൾ വരട്ടെ അമ്മേ. അല്ലെങ്കിൽ അമ്മയെ ഞാൻ കാറും കൊണ്ട് പല സ്ഥലത്തും കൊണ്ടുപോകാം. നമ്മൾ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞാൽ ആര് ശ്രദ്ധിക്കാനാണ്? ആർക്കും സംശയം തോന്നില്ല. മോളെ, നീ എന്നെ അളക്കാൻ വേണ്ടി പറയുകയാണോ അതോ യഥാർത്ഥത്തിൽ എന്നെ സഹായിക്കാൻ വേണ്ടി പറയുകയാണോ? ഞാൻ പറഞ്ഞു, അമ്മയെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞത്. അമ്മ
ജീവിതം എൻജോയ് ചെയ്യൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ അമ്മ എന്നെ എന്തെങ്കിലും പറയുമെന്നോ അല്ലെങ്കിൽ രണ്ടാം തരക്കാരിയെ കാണുമെന്നോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഹസ്ബൻഡ് വന്നപ്പോൾ അതിന് എഫേർട്ട് ഇട്ടപ്പോൾ ഒക്കെ അമ്മ കൂടെ നിന്നു. പണം ചെലവാക്കാൻ ഒരു മടിയില്ല. സാധാരണ അമ്മായിമ്മമാർ അങ്ങനെ ചെയ്യുന്നതല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ തിരിച്ച് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. മോളെ, നീ ഉള്ളതാണോ? ഇത് റിസ്ക് ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അമ്മയുടെ 2 മക്കളും അറിയാൻ പോകുന്നില്ല. എടീ, ശരിയാകുമോ മോളെ? ശരിയാകും അമ്മേ. അമ്മ മുന്നോട്ട് പോയിക്കോ. അമ്മയുടെ ഫ്രണ്ടിനോട് വിളിച്ചിട്ട് അങ്ങയുടെ നമ്പർ തരാൻ പറ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ വിളിച്ചു, നമ്പർ ചോദിച്ചു. വേറൊരു ആവശ്യത്തിനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയത്. പുള്ളിക്കപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാണം. ഞാൻ ഫോൺ തട്ടി വാങ്ങിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ, നാണിക്കേണ്ട സമയമല്ല. 2 പേരും ഒരു ജീവിതം കഴിഞ്ഞു വന്നവരാണ്. ഇനി നാണിച്ചിട്ട് എന്ത് കാര്യം? ഇനി രഹസ്യമായിട്ടെല്ലാം മാനേജ് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുറിയിൽ കാണും. ഒരു പ്രശ്നം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു തുടക്കം. അമ്മായിയമ്മ ശരിക്കും ജീവിതത്തിൽ സന്തോഷവതിയാണ്. ഭർത്താവില്ലാത്ത സമയം അല്ലെങ്കിൽ മകൾ വല്ലപ്പോഴും വരികയുള്ളൂ. അവളൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മായിമ്മ ഫോൺ കൈകൊണ്ട് പോലും തൊടില്ല. അല്ലാത്ത സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കും. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും അദ്ദേഹം ഇങ്ങോട്ട് വരും. ഇനി അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും കൂടി അദ്ദേഹത്തെ കാണാൻ പോകാറുണ്ട്, പല സ്ഥലങ്ങളിലായി. അതൊക്കെ ഞാൻ മാനേജ് ചെയ്യും. ഭർത്താവ് ഞാൻ പറയുന്നത് വിശ്വസിക്കും. അങ്ങനെയായിരുന്നു. അവർ തമ്മിലുള്ള പല രംഗങ്ങളും ഞാൻ കാണാറുണ്ട്, പല ശബ്ദങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. അതൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. കാര്യം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി തന്നത് അമ്മായിമ്മയും മോനും തന്നെയല്ലേ. ഭർത്താവാണെങ്കിൽ കൂടിയും അമ്മായിമ്മയുടെ മനസ്സ് നല്ലതല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ മാഡം ഇത്രയും സമ്പന്നതയിൽ ജീവിക്കുക? ഇങ്ങനെയൊക്കെയാണെങ്കിലും പിന്നെയും പ്രശ്നങ്ങളായിരുന്നു മാഡം. കാര്യം, അമ്മായിമ്മയ്ക്ക് 2 കുട്ടികളുണ്ട്. കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തതുമാണ്. പക്ഷേ അവർക്ക് ആദ്യകാലങ്ങളിൽ സംഭവിച്ച അബദ്ധം തന്നെ ഇപ്പോഴും സംഭവിച്ചു. അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കാര്യം, പുള്ളിക്കാരനെ കുറിച്ച് നാണവും പേടിയൊക്കെ ഉള്ള ആളാണ്. പക്ഷേ ഈ സമയത്ത് അമ്മായിമ്മയും കൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കാൻ പെട്ട പാട്, എൻ്റെ ഭർത്താവ് അറിയാതിരിക്കാൻ പെട്ട പാട്, അത് എനിക്ക് മാത്രമേ അറിയൂ മാഡം. എന്തായാലും സർജറിക്ക് ശേഷവും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത് എനിക്ക് ഒട്ടും അറിയില്ലാത്ത കാര്യമായിരുന്നു. പിന്നെ ഞാൻ അതിനുവേണ്ടി ഓരോ വീഡിയോകൾ തിരഞ്ഞപ്പോഴാണ് മാഡത്തിൻ്റെ വീഡിയോയും കേട്ടത്. അങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളതും എനിക്ക് മനസ്സിലായി. അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്നും എനിക്കറിയാൻ കേട്ടോ. ഇപ്പോൾ അവർ തമ്മിൽ സുരക്ഷിതമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അമ്മായിമ്മ പറഞ്ഞത് അതിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, അതിൽ നിന്ന് ഒഴിവാകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് മാഡം വീഡിയോയിൽ പറഞ്ഞെങ്കിലും എന്ത് ഈ പ്രായത്തിൽ തിരഞ്ഞെടുക്കാം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. മാഡത്തിന് സജഷൻസ് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സജഷൻസ് എന്ന് പറയുമ്പോഴേക്കും ഗുളികൾ, ഡെയിലി കഴിക്കാവുന്ന ഗുളികളുണ്ട്, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ എടുക്കാവുന്ന ഇഞ്ചെക്ഷൻസ് ഉണ്ട്, പിന്നെ 3 മുതൽ 5 വർഷം വരെ ഫലപ്രദമാകുന്ന സ്കിന്നിൽ ഇംപ്ലാന്റ് ചെയ്യാവുന്ന ഹോർമോണൽ ഇംപ്ലാന്റുകളുണ്ട്. പിന്നെയുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ, അകത്ത് നിക്ഷേപിക്കുന്ന 2 തരം ഇതുണ്ട്. അതൊന്ന് ഹോർമോൺ ചേർന്നതാണ്. അതും ചിലപ്പോൾ 3 വർഷം, 4 വർഷം, 10 വർഷം വരെയൊക്കെ വേണമെങ്കിലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒരു 3 വർഷം സേഫ് പീരീഡായിട്ട് നമുക്ക് കൂട്ടാം. പക്ഷേ ചെറിയ ചില അസ്വസ്ഥതകളോ പ്രശ്നങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിൽ ഏത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷേ ഭർത്താവിനെ മറച്ച് അമ്മായിമ്മയെ സഹായിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു കേട്ടോ.